നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് DDMS സ്റ്റോക്ക് എൻട്രി, ഏത് രീതിയിലുള്ള സ്റ്റോക്ക് എൻട്രിയിലും നമ്മളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് എന്തെങ്കിലും അപാകതകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ്, അതിനകത്ത് ഒരു മരുന്നും ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ്, ആ ഇൻവോയ്സിൽ ഒരു മരുന്നും ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ തിരുത്താം പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. എന്തൊക്കെ തിരുത്താൻ പറ്റും, എങ്ങനെ തിരുത്താൻ പറ്റും. നമുക്കൊരു MRC PDF എടുത്ത് നോക്കാം. MRC എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ റിസീവിങ് സർട്ടിഫിക്കറ്റ് എന്നാണ്. മെറ്റീരിയൽ റിസീവിങ് സർട്ടിഫിക്കറ്റ്. നമ്മൾ ഒരു MRC എടുത്ത് നോക്കുന്നു. ഇതിൽ നോക്കുക, അതിൻ്റെ ബാച്ച് നമ്പറിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും ഈ പ്രൊവിഷൻ വഴി കയറിയിട്ട്. അതുപോലെ മാനുഫാക്ചറിങ് ഡേറ്റിന് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. എക്സ്പയറി ഡേറ്റ് തിരുത്താൻ പറ്റും. റേറ്റ് തിരുത്താൻ പറ്റും. അതുപോലെ തന്നെ ടാക്സ് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തിരുത്താം. റേറ്റിനൊക്കെ ചെറിയ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ടോട്ടൽ ബില്ലിന് വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഹെഡിൻ്റെ കീഴിൽ സ്റ്റോക്ക് എൻട്രി ബാച്ച് അപ്ഡേഷൻ എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്ഷൻ ഫോർ സ്റ്റോക്ക് എൻട്രി എന്ന് പറഞ്ഞൊരു വിൻഡോ വരും. ഇതിൽ നമ്മൾ സ്റ്റോക്ക് ടൈപ്പ് ഏത് രീതിയിലുള്ള എൻട്രി ആണെന്ന് നോക്കി പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കുക. നമ്മൾ അത് ലോക്കൽ പർച്ചേസ് ആണോ അല്ലെങ്കിൽ നോൺ മെഡിസിൻ ആണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ബില്ലിലുള്ള ആ ഇൻവോയ്സിലുള്ള എല്ലാ മരുന്നുകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്കതിൻ്റെ ബാച്ച് നമ്പറോ മാനുഫാക്ചറിങ് ഡേറ്റോ എക്സ്പയറിയോ അതിൻ്റെ റേറ്റ് കാണാം. മാറ്റം വരുത്താം. അതുപോലെ ടാക്സ് മാറ്റം വരുത്താം. മാനുഫാക്ചറിങ് ഡേറ്റ് മാറ്റം വരുത്താം. എക്സ്പയറി എന്തെങ്കിലും മാറ്റം വരുത്താം. അതിന് ശേഷം നമ്മളത് അപ്ഡേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അഥവാ അത് ആ ബില്ലിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, മൊത്തം തെറ്റാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പം ആ ഇൻവോയ്സിലുള്ള എല്ലാ ഐറ്റവും ഡിലീറ്റ് ചെയ്ത് കളയണം. ഇനി ചില ഐറ്റംസ് ഡബിൾ ചെയ്ത് വരും. അങ്ങനെയാണ് ആ ഒരു ഐറ്റം മാത്രം, ആ ഒരൊറ്റ ഇത് മാത്രം, ആ ബാച്ച് നമ്പർ ഡബിൾ ചെയ്ത് മാത്രം ഡിലീറ്റ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ MRC എടുത്തിട്ട് ഒന്നുകൂടെ പരിശോധിക്കുക ചെയ്തതൊക്കെ കറക്റ്റാണോ എന്ന്. ഓക്കെ.